ഭർത്തൃ സഹോദരനായ ജോമോൻ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ജോമോൻ, കേൾക്കാമോ? കേൾക്കാം. എന്തുകൊണ്ടാണ് 2021 ശസ്ത്രക്രിയയിലാണ് ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടായത് എന്ന് വിചാരിക്കുന്നത്? പറഞ്ഞാല് ചേച്ചിയുടെ വയറ്റിലൊരു ചെറിയ മുഴ ഉണ്ടായിരുന്നു. ആ മുഴ നീക്കം ചെയ്യാൻ വേണ്ടിട്ടാണ് ഓപ്പറേഷൻ നടത്തിയത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഓപ്പറേഷൻ നടത്തില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവര് ഇടയ്ക്കിടയ്ക്ക് വയറുവേദനയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിന് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും പറയാം വേറെ അസുഖം അങ്ങനെ അങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് എക്സ്റേ എടുക്കാനോ സ്കാൻ ചെയ്യാനോ ഒന്നും പറയത്തില്ലായിരുന്നു. അങ്ങനെ അവര് എന്തെങ്കിലും മരുന്ന് കഴിക്കാൻ വേദന അങ്ങ് മാറും, അങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പൊ ഇത് ഈ 2 ആഴ്ചക്ക് മുമ്പ് ആരോഗ്യ കേരളമാണ് ഈ ഒരു കത്രിക വയറ്റി കൊണ്ടിട്ടത്. ആരോഗ്യ മേഖല നമ്പർ 1 ആണെന്നൊക്കെ കേരളത്തിലൊക്കെ എന്ന് പറയുന്നത് തള്ളണ കേൾക്കാറുണ്ടല്ലോ. എന്നിട്ട് എന്തായാലും കത്രിക വയറ്റിൽ വെച്ച് 5 വർഷം എന്തോരം പെയിനായിരിക്കും ആ സ്ത്രീ സഹിച്ചിട്ടുണ്ടാവുക. കാരണം നമ്മളൊരു സുഖാവെന്ന് പറഞ്ഞാൽ ഈ ശസ്ത്രക്രിയ ഓപ്പറേഷനൊക്കെ ചെയ്യുന്നത് അത് മാറുമെന്നുള്ള പ്രതീക്ഷയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാൾ ഇരട്ടി കുരുമേ കുരു എന്ന് പറഞ്ഞാൽ ഇരട്ടി പണി വരികയാണല്ലോ. കത്രിക മറന്നു വെച്ചു എന്നും പറഞ്ഞത് മറന്നു വെക്കാൻ തന്നെ പട്ടിയും പൂച്ച വല്ലതാണോ? ഏതൊരു മനുഷ്യ ശരീരം വെച്ചിട്ടാണ് ഇങ്ങനെ കളിക്കണത്. ഏതെങ്കിലും കളിക്കേണ്ട ടൈമൊക്കെ ഉണ്ട്, പഠിക്കേണ്ട ടൈമൊക്കെ ഉണ്ട്. അത് ഡോക്ടർമാരോട് പ്രത്യേകിച്ച് പറഞ്ഞു. അത് നിങ്ങൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡെഡ് ബോഡി അതായത് പഠിക്കാനുള്ളൊരു ബോഡി എഴുതി കൊടുക്കില്ലേ, ആ ബോഡിയിലിട്ട് എന്ത് കത്രിക വേണമെങ്കിൽ മറന്നു വെച്ചു. ഇതൊക്കെ നിങ്ങൾക്ക് ആരും ഒന്നും പറയില്ല. അല്ലെങ്കിൽ അവിടുത്തെ പ്രൊഫസർമാർ ശാസിക്കായിരിക്കും മറന്നു വെച്ചു എന്ന്. പക്ഷെ അത്ര വലിയ കാര്യമില്ല. എന്നിരുന്നാൽ പോലും ഇപ്പോൾ ജീവനുള്ള ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ വെച്ചിട്ടാണ് ഈ മാതിരിയുള്ള കോപ്രായത്തനങ്ങളൊക്കെ കാണിക്കുന്നത്. കത്രിക മറന്നു വെച്ചു. ദൈവത്തെ ഓർത്ത് ഇനിയെങ്കിലും അത് ചെയ്യാട്ടിരിക്കുക. അപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാണ് ഏതെങ്കിലും കൂലിപ്പണിക്കാരാണെങ്കിൽ അവരുടെ ആയുധങ്ങളൊക്കെ എടുത്ത് തിരിച്ചെടുത്തോണ്ട് പോകും. ഇതിപ്പോൾ നിങ്ങൾ അവരെക്കാളും നിങ്ങളെക്കാളും ഭേദമാണല്ലോ അവർ. ഇനിയെങ്കിലും ഇത് ആവർത്തിക്കാതിരിക്കുക.